ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 30-ാം വാക്യം. ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അത്യുന്നതനെ ആരാധിപ്പാൻ ഒരു സന്തതി ഉണ്ടായിരിക്കും. ഒരു തലമുറ പോയാൽ മറ്റൊന്ന് വരും. അപ്പോസ്തോലിക ഉപദേശം പിടിച്ച് കൊള്ളുന്ന ഒരു തലമുറ ഒരിക്കലും ഇല്ലാതെ പോകുകയില്ല. എല്ലാ യുഗത്തിലും ക്രിസ്തുവിനെ സേവിപ്പാൻ ഒരു സന്തതി ഉണ്ടായിരിക്കും. കൃപയുടെ തിരഞ്ഞെടുപ്പ് അനുസരിച്ചുള്ള ഒരു ശേഷിപ്പ് എന്നും നിലനിൽക്കും. സഭ ഒരു പാറമേൽ സ്ഥാപിതമാണ്. നരക കവാടങ്ങൾ അതിനെ ജയിക്കുകയില്ല. കർത്താവിൻ്റെ 2-ാം വരവ് വരെ ക്രിസ്തുവിനെ എപ്പോഴും ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ടായിരിക്കും. അവനെ സേവിക്കുന്ന ഒരു സന്തതി അതൊരു തലമുറയോളം കർത്താവിന് മുമ്പിൽ എണ്ണപ്പെടും. ഇത് തലമുറയായി കർത്താവിനെക്കുറിച്ച് പറയപ്പെടും. പ്രിയ സ്നേഹിതരെ, ഈ കാലഘട്ടത്തിൽ കർത്താവിനെ അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവെ, യഥാർത്ഥമായി നിന്നെ സേവിച്ച് വരും തലമുറകളിലേക്ക് നിന്നെ പകരുന്നവരായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.